ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല. അമ്മയെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പോരില്ലായിരുന്നു. വെറുതെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട. സത്യം അങ്ങനെ ഇല്ലാതാകുന്ന ഒന്നല്ല. അച്ചു, നീ അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നീ ഈ അവസ്ഥയിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവരുത്. അനുപേട്ടൻ സച്ചിന്റെ അടുത്തേക്കൊന്ന് ചെല്ല. പാവം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കായിരിക്കും. അച്ഛൻ ഇറങ്ങിപ്പോയതിന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ആ പാവത്തിനെയാ. എന്താ അമ്മ, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് മഹാപാപവും ചെയ്ത്? മോളെ, നീ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. ഇത് മോളുടെ കുറ്റമൊന്നുമല്ല. സീതയുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഗർഭിണിയായിരിക്കുന്ന മോളുടെ അവകാശം തന്നെ ഈ വളകാപ്പ്. അതും ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോ. പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തണമെന്ന് സച്ചി വാശി പിടിക്കുന്നതിൽ അവനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? പ്രായവും അനുഭവം കൂടുതലുള്ള ആളല്ലേ സേതുവേട്ടൻ. ഇങ്ങനെ എടുത്തു ചാടി ഇറങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. സേതുവേട്ടൻ എനിക്ക് വരട്ടെ, എനിക്കും ചിലത് പറയാനുണ്ട്. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അതൊരു പ്രശ്നമാവരുത്. ഒരു പ്രശ്നവും ഇല്ല. അതെ, വളകാപ്പ് ചടങ്ങ് നടത്തുന്നതിനെ പെണ്ണിന്റെ വീട്ടുകാർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അമ്പലം എത്തിയല്ലോ. നിർത്ത്. റിവേഴ്സ് വാ. ദേ അച്ഛൻ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അച്ഛന്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മറ്റെല്ലാത്തിനേക്കാളും നമുക്ക് പ്രധാനം അർച്ചനടുത്തിലെ വളകാപ്പ് ചടങ്ങാ. സന്തോഷത്തോടെ ആ ചടങ്ങ് നടത്തേണ്ടത് നമ്മുടെ കടമയാ. അതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമാ. എന്തു പിണക്കത്തിന്റെ പേരിലായാലും അച്ഛൻ ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരണം. അല്പം സമാധാനം കിട്ടാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും എന്നെ ശല്യപ്പെടുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം? അച്ഛാ, അച്ഛനില്ലാതെ ചടങ്ങ് വേണ്ടെന്ന് വാശി പിടിച്ചിരിക്കുക അർച്ചനെടുത്തി. അച്ഛാ, ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല. അമ്മയെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പോരില്ലായിരുന്നു. ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബം നൽകുന്ന ഏറ്റവും വലിയ ആദരവാ ഈ വളകാപ്പ് ചടങ്ങ്. അർച്ചനടുത്ത് നമ്മുടെ വീട്ടിൽ വന്നത് മുതൽ അച്ഛന്റെ സ്നേഹം മാത്രമല്ല
ഒരു അമ്മയുടെ വാത്സല്യം കൂടി എനിക്ക് ഏട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കതറിയാം. ആ അച്ഛനാണോ അർച്ചനടുത്തോട് ഇങ്ങനെ പെരുമാറുന്നത്? മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് ഇപ്പൊ വേദനിക്കുന്നുണ്ടാവും അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഓർത്ത്. അച്ഛനോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നാലും സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ അച്ഛൻ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് ആ വീട്ടില്. 100% ആത്മാർത്ഥതയോടെ ഞാൻ ആ സ്ഥാനത്തോട് നീതി പുലർത്തിയിട്ടുമുണ്ട്. അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദയവ് ചെയ്ത് അച്ഛൻ മടങ്ങി വരണം. ആ ചടങ്ങിൽ പങ്കെടുക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷയാ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും നെല്ലിശ്ശേരിയിലേക്ക് ഈ ചടങ്ങ് കഴിഞ്ഞ് മാത്രമേ ഞാൻ തിരിച്ചു വരൂ. ഹലോ, ആ സന്ദീപേ, അച്ഛനെ കണ്ടോ? കണ്ടു. അമ്പലത്തിലുണ്ട്. പക്ഷേ അച്ഛൻ ചടങ്ങ് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്നാ പറയുന്നത്. നീ അച്ഛന് ഫോൺ കൊടുക്ക, ഞാൻ സംസാരിക്കാം. അച്ഛാ, സച്ചിയുടെ ലൈനിലുണ്ട്. അച്ഛനോട് സംസാരിക്കണമെന്ന്. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ട. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി. അത് അച്ഛൻ തന്നെ സച്ചിനോട് പറഞ്ഞു. നീ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ പൊയ്ക്കോ. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വന്നേക്കാം. അങ്ങനെ വാശി പിടിക്കില്ല അച്ഛാ. ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അച്ഛന്റെ മോനോടല്ലേ സംസാരിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? ഇവിടെയും സമാധാനം തരില്ലെന്നാണോ? അതൊക്കെ അച്ഛൻ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ അച്ഛൻ അവരുടെ കൂടെ തിരിച്ചു വരണം. അച്ഛൻ വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ചടങ്ങ് നടത്തൂ. ഇപ്പൊ വാശി പിടിക്കുന്നത് നീയാണ്. ഞാനില്ലെന്ന് കരുതി എന്താണ് കുഴപ്പം? ചടങ്ങ് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഞാനങ്ങ് എത്തിക്കോളാം. ചടങ്ങ് നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ പറ്റില്ലെന്ന് വാശി പിടിച്ചിരിക്കുക അർച്ചന.